എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് ഡിപ്രഷൻ. ഇപ്പം ഒരു ബ്രേക്കപ്പ് ആയാൽ, എക്സാമിൽ മാർക്ക് കുറഞ്ഞാൽ, ഈവൻ ബസ് മിസ്സായാൽ പോലും എല്ലാവരും പറയും എനിക്ക് ഡിപ്രഷനാണ്, എനിക്കിന്ന് സങ്കടമാണ്. അപ്പം യഥാർത്ഥത്തിൽ ഡിപ്രഷൻ എന്താണെന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന, അതും സ്ഥായിയായിട്ട് രാവും പകലും നീണ്ടു നിൽക്കുന്ന സങ്കടാവസ്ഥ. അത് രാവിലെ മുതൽ രാത്രി വരെ, അല്ലാതെ കുറച്ച് നേരം നിൽക്കുക പിന്നെ ഫ്രഷ് ആവുക, അങ്ങനെയല്ല. അത് മാത്രമല്ല, അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള വിശപ്പ് കുറവ്, ഉറക്കമില്ലായ്മ, അതേപോലെ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ, ശരീരത്തിൽ അവിടെ ഇവിടെ വേദന, അതേപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള ഹോപ്പ്ലെസ്നെസ് എന്ന് പറയും, ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയില്ല, ഹെൽപ്ലെസ്നെസ്, നമുക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോവും, നമ്മളെക്കുറിച്ചൊരു വാല്യൂ ഇല്ലാത്ത അവസ്ഥ, വർത്ത്ലെസ്നെസ്. ഇത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള മരണചിന്തകൾ, ഡെത്ത് വിഷസ്, ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് നമ്മളിതിനെ ഡിപ്രഷൻ, അതും 2 ആഴ്ചയിൽ കൂടുതൽ തന്നെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളതിനെ ഡിപ്രഷൻ എന്ന് പറയൂ. അതിനേലും കുറഞ്ഞ കാലാവധിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇത്രയും സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് അല്ലെങ്കിൽ നമ്മളതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയും. അപ്പം യഥാർത്ഥത്തിൽ ഡിപ്രഷൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കാൻ പറ്റൂ. അത് മാത്രമല്ല, ചികിത്സ എടുക്കാൻ ഒരിക്കലും മടി കൂടാണ്ട്, മടി കാണിക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഡിപ്രഷൻ. കൃത്യസമയത്തിൽ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ നമുക്ക് ആ ഒരു സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെടുത്തി നല്ല ജീവിതത്തിലോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യമാണ്.